ഇത് മഞ്ഞപ്ര മാസ് മോട്ടോഴ്സ് എന്നായിരുന്നു നമ്മുടെ ഹീറോ പാഷൻ പ്രോ വണ്ടി. നമ്മളത് വർക്കിന് കയറ്റിയിട്ടുണ്ട്. നമ്മൾ സ്റ്റാർട്ടിങ് കംപ്ലൈൻ്റ് ആയിട്ട് ഓർഫോൻ്റെ കംപ്ലൈൻ്റ് ആയിട്ട് വീട്ടിൽ നിന്ന് എടുത്തിട്ട് വന്നതാണ്. അപ്പോൾ നമ്മൾ ജനസർവീസായിട്ട് ചെയ്യുന്നുണ്ട്. ഫുള്ളായിട്ട് നമ്മൾ എല്ലാ ഭാഗങ്ങളൊക്കെ ചെക്ക് ചെയ്യാൻ പറയേണ്ട എല്ലാ ഭാഗങ്ങളും നമുക്ക് ഒന്ന് ചെക്ക് ചെയ്ത് കൊണ്ട്. അപ്പോൾ ഇതുമായിട്ട് നമ്മളതിൻ്റെ ബാക്കിൽ ബ്രേക്കൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി വെച്ചാണ്. ബാക്കിൽ ബ്രേക്ക് ഷൂ കുഴപ്പമൊന്നുമില്ല, നമുക്കത് ക്ലീൻ ചെയ്തിട്ടാൽ മതി. നിലവിൽ ബാക്കിൽ ബ്രേക്ക് ഷൂന്നും വേറെ കുഴപ്പമൊന്നുമില്ല. അതുപോലെ ചെയിൻ്റെ ഭാഗം ചെക്ക് ചെയ്യാൻ വേണ്ടി വെച്ച് ചെയിൻ സ്പോക്കറ്റ് കംപ്ലൈൻ്റ് ആണ്. ചെയിൻ സ്പോക്കറ്റും ഈ കല്ലിനൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തേയ്മാനം വന്നിട്ടുണ്ട്. ഒരു സൗണ്ടും അത്യാവശ്യം നല്ല സൗണ്ടും ഉണ്ടാകും. അപ്പോൾ ചെയിൻ സ്പോക്കറ്റ് മാറ്റി കഴിഞ്ഞാലാണ് ചെയിൻ്റെ കംപ്ലൈൻറ്റ് മാറുന്നത്. ചെയിനൊക്കെ പല്ലുകൾക്കൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തേയ്മാനം വന്നിട്ടുണ്ട്. അപ്പോൾ ചെയിൻ സ്പോക്കറ്റ് മാറ്റേണ്ടി വരും. അതുപോലെ തന്നെ അതിൻ്റെ എയർ ഫിൽറ്ററൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചാണ്. എയർ ഫിൽറ്റർ കുഴപ്പമൊന്നുമില്ല, നല്ല ഫിൽറ്ററാണ്. അത് നമുക്ക് ക്ലീൻ ചെയ്തിട്ടാൽ മതി, വേറെ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല. പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ പ്ലഗ് ആയാലും പ്ലഗ് നമുക്കൊന്ന് മാറ്റിടേണ്ടി വരും. പ്ലഗിലുണ്ട് ചെറിയ രീതിയിൽ ഓയിൽ കയറി പിടിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പ്ലഗ് ഒന്ന് മാറ്റിയിടണം. പിന്നെ നമ്മൾ ഓവർഫ്ലോൻ്റെ കംപ്ലൈൻറ്റിന് വേണ്ടി ആ കാർബറ്റിൻ്റെ ഭാഗം ചെക്ക് ചെയ്യാൻ വേണ്ടി അയക്കുന്നു. അപ്പോൾ കാർബറ്റ് നമുക്ക് ഫുള്ളായിട്ടൊന്ന് അയച്ച് ക്ലീനർ വെച്ചിട്ട് ഫുള്ളായിട്ടൊന്ന് ക്ലീൻ ചെയ്യണം. അതുപോലെ തന്നെ അതിൻ്റെ ഈ സ്ലോ ജെറ്റൊക്കെ ചെറിയ രീതിയിൽ ബ്ലോക്ക്, അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് ക്ലീനർ വെച്ച് ക്ലീൻ ചെയ്തിട്ട് റെഡി ആക്കിയിടും. മെയിൻ ജെറ്റ് ആയാലും നിലവിൽ വേറെ കുഴപ്പമില്ല, അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം. പിന്നെ അതിൻ്റെ ഉറപ്പൊന്നും വരാൻ കാരണം ഈ ഫ്ലോട്ട് വാൾവിൻ്റെ ഈ കാർബറ്റിൽ ചേമ്പറിൽ തന്നെ ഈ തേയ്മാനം കാരണം കൊണ്ടാണ് ആ ഉറപ്പ് വരാനുള്ള കാരണമുണ്ടായത്. അപ്പോൾ നമുക്കിപ്പോൾ തൽക്കാലം ഫുള്ളായിട്ടൊന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യാം. റിപ്പീറ്റ് വീണ്ടും ഓവർഫ്ലോൻ്റെ എന്തെങ്കിലും കംപ്ലൈൻറ്റ് കാണിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് കാർബറ്റ് മാറ്റിടാനേ പറ്റുള്ളൂ. വീണ്ടും പിന്നെ അതിലിട്ട് പണിയാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് തൽക്കാലം ക്ലീൻ ചെയ്തിടാം. വീണ്ടും കംപ്ലൈൻറ്റ് കാണിക്കുന്നുണ്ടെങ്കിൽ കാർബറ്റ് മാറ്റിടേണ്ടി വരും. പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ എഞ്ചിൻ ഓയിൽ ചെക്ക് ചെയ്തപ്പോൾ എഞ്ചിൻ ഓയിൽ മാറ്റാറുണ്ട്. അപ്പോൾ എഞ്ചിൻ ഓയിലൊന്ന് മാറ്റുന്നുണ്ട്. പിന്നെ അതിൻ്റെ ക്ലച്ചിൻ്റെ കേബിളൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ടൈറ്റാണ്. ക്ലച്ച് കേബിളൊന്ന് മാറ്റിയിടണം. അതുപോലെ ഫ്രണ്ട് ബ്രേക്കും അതിൻ്റെ ഔട്ടർ ഒഴിഞ്ഞിരിക്കുകയാണ്. ഫ്രണ്ട് ബ്രേക്കിൻ്റെ കേബിൾ ഈ ഔട്ടർ ഒഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഫ്രണ്ട് ബ്രേക്കിൻ്റെ കേബിളും മാറ്റണം. പിന്നെ വണ്ടി ഹാൻഡിൽ ബെൻഡുണ്ട്. അപ്പോൾ ഹാൻഡിൽ മാറ്റി കഴിഞ്ഞാലാണ് ക്ലിയർ ആവുള്ളൂ ഹാൻഡിൽ ബെൻഡിൻ്റെ കേസ്. പിന്നെ ഇവിടെയൊക്കെ ഉണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ ഓയിൽ ലീക്ക് കാണിക്കുന്നുണ്ട്. ഈ ചെറിയ ഓയിൽ ലീക്ക് കാണിക്കുന്ന ഫോർക്കുണ്ട്, രണ്ട് സൈഡും ഉണ്ട്. അതുപോലെ വണ്ടി കെട്ടിലൊക്കെ ചാടുമ്പോൾ ഹാൻഡിലിൻ്റെ ബെയറിങ്ങിന് അത്യാവശ്യം നല്ല രീതിയിൽ സൗണ്ട് ഉണ്ട്. ഹാൻഡിൽ ടൈറ്റും ഉണ്ട്. അതും ആ ഹാൻഡിലിൻ്റെ ബെയറിങ് മാറ്റി കഴിഞ്ഞാൽ ക്ലിയർ ആവുള്ളൂ. ഞാനിവിടെ ഫ്രണ്ട് വീലൊക്കെ ഒന്ന് അയച്ച് ക്ലീൻ ചെയ്യാം. ഞാനിപ്പോൾ ബാക്കിൽ അയച്ചുകൊണ്ടാണ് ഫ്രണ്ട് കഴിക്കാത്ത അറിയാം. കഴിഞ്ഞാൽ ഫ്രണ്ട് വീലൊക്കെ ഒന്ന് അയച്ചിട്ട് വേണം ക്ലീൻ ചെയ്യാം. അതിൻ്റെ നിലവിൽ സെൽഫൊന്നും വർക്കിംഗ് ആണില്ല. സെൽഫ് അതിൽ ബാറ്ററി ഓൾറെഡി ഒരു കൺവെർട്ടറൊക്കെ കൊടുത്തിട്ട് ക്ലിയർ ചെയ്തിരിക്കുകയാണ്. പിന്നെ സ്റ്റാർട്ടിങ്ങിന് മാത്രമേ ഹോൺ ഇൻഡിക്കേറ്ററൊക്കെ വർക്കുള്ളൂ. ഒരു കൺവെർട്ടർ കൊടുത്തിട്ടാണ് അതിൻ്റെ ഓടിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ അതിൻ്റെ ഇഗ്നിഷൻ്റെ ഇവിടെയൊക്കെ വയറൊക്കെ കട്ട് ചെയ്തിട്ട് ജോയിൻ്റാക്കി കൊടുത്തിരിക്കുകയാണ്. പിന്നെ ഈ ഫ്രണ്ട് വൈസറും ഹെഡ്ലൈറ്റൊക്കെ അവിടെ ഈ ഭാഗമൊക്കെ പൊട്ടിയിരിക്കുകയാണ്. അതിൻ്റെ ഒക്കെ ചെറിയൊരു സൗണ്ടൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ. നമ്മളൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ സ്ക്രാച്ച് എടുക്കണം. അത് ആ വൈസറും ഹെഡ്ലൈറ്റും മാറ്റി കഴിഞ്ഞാലാണ് അത് ക്ലിയർ ആവുള്ളൂ. പിന്നെ വേറെ കംപ്ലൈൻറ്റ് മെയിനായിട്ട് ഇപ്പോൾ മാറ്റാറ് ചെയിൻ സ്പോക്കറ്റ് അതുപോലെ എഞ്ചിൻ ഓയിൽ, കാർബറേറ്റർ ക്ലീനിങ്, പിന്നെ ഫ്രണ്ടിലെ കോൺസെപ്റ്റ് അതിൻ്റെ 4.0 ഒക്കെ ഉണ്ട്. അതൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞാൽ മതി. അതുപോലെ ഹാൻഡിലൊക്കെ ബെൻഡുണ്ട്. അപ്പോൾ നോക്കിയിട്ടൊന്ന് വീഡിയോ കണ്ടിട്ട് നോക്കിയിട്ട് ഏത് രീതിയിൽ ചെയ്യേണ്ടത് നോക്കിയിട്ടൊന്ന് പറഞ്ഞാൽ മതി കേട്ടോ. ഓക്കെ.